ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലേണിനോട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCQ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോം ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫ്രീക്വൻസി? വിച്ച് ഈസ് ദ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോം ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫ്രീക്വൻസി? അല്ലെ, എന്താണ് ചോദ്യം? ഫ്രീക്വൻസിയിൽ യാതൊരു മാറ്റവും വരുത്താതെ പവർ, ഇലക്ട്രിക്കൽ പവർ ഒരു സർക്യൂട്ടിൽ നിന്നും വേറെ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന സ്റ്റാറ്റിക്കൽ ഡിവൈസ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ട്രാൻസ്ഡ്യൂസർ, ഓപ്ഷൻ ബി ട്രാൻസിസ്റ്റർ, ഓപ്ഷൻ സി ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് option C, transformer. Transformer is a device that transforms electrical power from one circuit to another without changing its frequency. Explanation നോക്കാം നമുക്ക്. A transformer is an electrical device which transfers electrical energy from one circuit to another. അല്ല, ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ ഒരു സർക്യൂട്ടിൽ നിന്ന് വേറെ സർക്യൂട്ടിലേക്ക് ചേഞ്ച് ചെയ്യുന്നു വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫ്രീക്വൻസി. അല്ലെ, ട്രാൻസ്ഫോം ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫ്രീക്വൻസി. ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അല്ലെ, അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നൊക്കെ പറയും. ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിംഗ് or decreasing the amount of voltage or current as per our requirement. Based on these, transformers are classified into two types, step up or step down transformer. അല്ലെ, ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഒന്നില്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ എന്ത് വോൾട്ടേജ് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ബേസിൽ ഇത് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലേ, ഏതൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. അല്ലേ, സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ് ദ ട്രാൻസ്ഫോമർ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിക്രീസിങ് ദ ട്രാൻസ്ഫോമർ, അല്ലെ, ഡിക്രീസിങ് ദ വോൾട്ടേജ് ഓഫ് ദ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? എ ട്രാൻസ്ഫോമർ ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് വിച്ച് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ. ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ എമൗണ്ട് ഓഫ് വോൾട്ടേജ് ഓർ കറന്റ് ആസ് പെർ അവർ റിക്വയർമെന്റ്. ബേസ്ഡ് ഓൺ ദീസ്, ട്രാൻസ്ഫോമേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. രണ്ടാമത്തെ ചോദ്യം, ദ ഫംഗ്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ടു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചേഞ്ച് ദ ലെവൽ ഓഫ് DC വോൾട്ടേജ്, ഓപ്ഷൻ ബി ചേഞ്ച് ദ ഫ്രീക്വൻസി, ഓപ്ഷൻ സി ഇൻക്രീസ് ഓർ ഡിക്രീസ് പവർ, ഓപ്ഷൻ ഡി ചേഞ്ച് ദ ലെവൽ ഓഫ് AC വോൾട്ടേജ്. ശ്രദ്ധിക്കണം, തെറ്റാൻ ചാൻസ് കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ ഫംഗ്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ടു. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ചേഞ്ച് ദ ലെവൽ ഓഫ് DC വോൾട്ടേജ്, ചേഞ്ച് ദ ഫ്രീക്വൻസി, ഇൻക്രീസ് ഓർ ഡിക്രീസ് പവർ, ചേഞ്ച് ദ ലെവൽ ഓഫ് AC വോൾട്ടേജ്. ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ എന്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, change the level of AC voltage. The function of a transformer is to change the level of AC voltage. ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് വിച്ച് ട്രാൻസ്ഫോം ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫ്രീക്വൻസി ആണ്. അല്ലേ, ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ദ ഇൻപുട്ട് വോൾട്ടേജ് യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അല്ലേ, ഇനി നമുക്കൊരു ട്രാൻസ്ഫോമറിന്റെ ഫിഗർ നോക്കാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കാണുമ്പോൾ നമുക്കറിയാം കുറേ കാര്യങ്ങൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈമറി വൈൻഡിങ്, പ്രൈമറി കറൻറ്റ്, പ്രൈമറി വോൾട്ടേജ്, സെക്കൻഡറി കറൻറ്റ്, സെക്കൻഡറി വോൾട്ടേജ്, സെക്കൻഡറി വൈൻഡിങ്. അല്ലേ, ഈ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെയും നമ്പർ ഓഫ് വൈൻഡിങ്സിൻ്റെ ബേസിലാണ് ട്രാൻസ്ഫോമറിനെ എന്തായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് സെക്കൻഡറി വൈൻഡിങ്ങിനേക്കാളും കൂടുതലാണെങ്കിൽ അത് എന്ത് ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സെക്കൻഡറി വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് ടേൺസ് ആണ് കൂടുതലെങ്കിൽ അത് എന്ത് ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. അല്ലേ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ടു ഡിക്രീസ് ദ AC വോൾട്ടേജും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ടു ഇൻക്രീസ് ദ AC വോൾട്ടേജും ആണ്. പ്രൈമറി വൈൻഡിങ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ NP. അല്ലെ, NP എന്ന് പറയുമ്പോൾ ദ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇൻ ദ പ്രൈമറി. പ്രൈമറി കറണ്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ IP. പ്രൈമറി വോൾട്ടേജ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ VP. സെക്കൻഡറി വൈൻഡിങ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ NP ആൻഡ് സെക്കൻഡറി കറണ്ട് ഈസ് IS. അല്ലെ, IS, S for secondary, P for primary, and VS is the secondary voltage, and magnetic flux is represented by phi.
ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ കൂടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ പി ഇസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി വൈൻഡിങ്, എൻ എസ് ഇസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ്, ഐ പി ഇസ് ദ കറന്റ് ഫ്ലോയിങ് ഇൻ ദ പ്രൈമറി ഓഫ് ദ ട്രാൻസ്ഫോമർ, ഐ എസ് കറന്റ് ഫ്ലോയിങ് ഇൻ ദ സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ. പി എന്ന് പറയുമ്പോൾ പ്രൈമറി, എസ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. വി പി ഇസ് ദ വോൾട്ടേജ് across the primary of the transformer, Vs is the voltage across the secondary of the transformer, phi is the magnetic flux present around the core of the transformer. മൂന്നാമത്തെ ചോദ്യം, എ സിംഗിൾ വൈൻഡിംഗ് ട്രാൻസ്ഫോമർ ഈസ് കോൾഡ് ഡാഷ്. എ സിംഗിൾ വൈൻഡിംഗ് ട്രാൻസ്ഫോമർ ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ബി എ വെൽഡിംഗ് ട്രാൻസ്ഫോമർ, ഓപ്ഷൻ സി എ പവർ ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ഡി ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ. സിംഗിൾ വൈൻഡിംഗ് ട്രാൻസ്ഫോമറിനെ എന്താണ് വിളിക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്നാണോ, വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്നാണോ, പവർ ട്രാൻസ്ഫോമർ എന്നാണോ, ഓട്ടോ ട്രാൻസ്ഫോമർ എന്നാണോ? എന്താണ് റൈറ്റ് ആൻസർ? The right answer is option D, auto transformer. A single winding transformer is called an auto transformer. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ വിത്ത് ഓൺലി വൺ വൈൻഡിങ്. ഒരൊറ്റ വൈൻഡിങ് ഉള്ള ട്രാൻസ്ഫോമറാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംഗിൾ കോയിൽ ആക്ടിങ് എലോൺ എന്നാണ്. സിംഗിൾ കോയിൽ ആക്ടിങ് എലോൺ എന്നാണ്, അല്ലാതെ ഓട്ടോമാറ്റഡ് മെക്കാനിസം ആണ് എന്നല്ല. ഓട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിംഗിൾ കോയിൽ ആക്ടിങ് എലോൺ ആൻഡ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ വിത്ത് ഓൺലി വൺ വൈൻഡിങ്. ഓക്കെ, ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് സിമിലർ ടു എ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താണത്? ബട്ട് വേരീസ് ഇൻ ദ വേ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ ആർ ഇന്റർറിലേറ്റഡ്. ഓക്കെ, ഇൻ ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ വൺ സിംഗിൾ വൈൻഡിങ് ഈസ് യൂസ്ഡ് ആസ് എ പ്രൈമറി വൈൻഡിങ് ആസ് വെൽ ആസ് എ സെക്കൻഡറി വൈൻഡിങ്. നമ്മൾ പറഞ്ഞല്ലേ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ വിത്ത് ഓൺലി വൺ വൈൻഡിങ് തന്നെയാണ്. എന്താണ്? പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഏത് തന്നെയാണ്? ഒരു സിംഗിൾ വൈൻഡിങ് തന്നെയാണ് അല്ലേ. ബട്ട് ഇൻ ടു വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സ് ടു ഡിഫറെന്റ് വൈൻഡിങ്സ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി പർപ്പസ്. നമ്മൾ സാധാ ട്രാൻസ്ഫോമറിൽ എന്തുണ്ടായിരിക്കും? പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ടായിരിക്കും. അത് രണ്ടും ടു വൈൻഡിങ്സ് ഓഫ് ദ ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ ടു വൈൻഡിങ്സ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഉണ്ട്, അതുപോലെ തന്നെ സിംഗിൾ വൈൻഡിംഗ് ഉള്ള ട്രാൻസ്ഫോമർ ഉണ്ട്. സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓട്ടോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റഡ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഓട്ടോ എന്ന് പറഞ്ഞാൽ സിംഗിൾ കോയിൽ ആക്ടിങ് എലോൺ എന്നാണ് അർത്ഥം. AUTO, അല്ലാതെ ഇറ്റ്സ് നോട്ട് എൻ എനി ഓട്ടോമാറ്റഡ് മെക്കാനിസം ആൻഡ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ വിത്ത് ഓൺലി വൺ വൈൻഡിങ് ആക്ട് as a primary winding and secondary winding. ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ വിത്ത് ഓൺലി വൺ വൈൻഡിങ്. നമുക്ക് ഒരൊറ്റ വൈൻഡിങ്ങേ കാണുന്നുള്ളൂ. ഓക്കെ, സോ എ സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ ഈസ് കോൾഡ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ. നാലാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ഗിവൻ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ചൂസ് ദ വൺ വിച്ച് ഈസ് കറക്റ്റ്. ഓക്കെ, ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഏതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് റിക്വയേഴ്സ് less copper compared to the conventional winding transformer. Second one, auto transformers provide isolation between primary and secondary winding. Third one, auto transformer has less leakage reactance as compared to conventional winding transformer. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഓൺലി 1 and 2, ഓപ്ഷൻ ബി ഓൺലി 1 and 3, ഓപ്ഷൻ സി ഓൺലി 2 and 3, ഓപ്ഷൻ ഡി ഓൺലി 1. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? The right answer is option B, only 1 and 3. Auto transformers requires less copper compared to conventional winding transformer is correct, and auto transformer has less leakage reactance as compared to the conventional winding transformer. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ പ്രൊവൈഡ് ഐസൊലേഷൻ ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിംഗ് എന്ന് പറയുന്നത് റോങ് ആണ് അല്ലേ. പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിംഗ് എന്ന് പറയുന്നത് ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാര്യം എന്താണ്? ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഒരൊറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. സിംഗിൾ വൈൻഡിംഗ് ആണ് പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്.
ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണ് നമുക്കറിയാം. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ വിത്ത് ഓൺലി വൺ വൈൻഡിങ്. ഓട്ടോ മീൻസ് സിംഗിൾ കോയിൽ ആക്ടിങ് എലോൺ, നോട്ട് എനി ഓട്ടോമാറ്റഡ് മെക്കാനിസം. ഓട്ടോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും ഇറ്റ്സ് എൻ ഓട്ടോമാറ്റഡ് മെക്കാനിസം. പക്ഷെ അല്ല കേട്ടോ. ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ കോയിൽ ആക്ടിങ് എലോൺ എന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം. ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് സിമിലർ ടു എ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ബട്ട് വേരീസ് ഇൻ ദ വേ ഓഫ് ദ പ്രൈമറി ആൻഡ് ദ സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ ആർ ഇന്റർ റിലേറ്റഡ്. ഇൻ എൻ ഓട്ടോ ട്രാൻസ്ഫോമർ വൺ സിംഗിൾ വൈൻഡിങ് ഈസ് യൂസ്ഡ് ആസ് എ പ്രൈമറി വൈൻഡിങ് ആസ് വെൽ ആസ് സെക്കൻഡറി വൈൻഡിങ്. സിംഗിൾ വൈൻഡിങ്ങിൽ ഒരൊറ്റ വൈൻഡിങ് ആണ് പ്രൈമറി വൈൻഡിങ് ആയിട്ടും അതുപോലെ തന്നെ സെക്കൻഡറി വൈൻഡിങ് ആയിട്ടും യൂസ് ചെയ്യുന്നത്. പക്ഷേ ടു വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സ് പറഞ്ഞാൽ എന്താണ്? ടു ഡിഫറെൻറ്റ് വൈൻഡിങ്സ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൈമറി ആൻഡ് ദ സെക്കൻഡറി പർപ്പസ്. ക്ലിയർ? ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മോർ എഫിഷ്യൻ്റ് ആണ്, സ്മോളർ ഇൻ സൈസ് ആണ്, റിക്വയർ ലെസ് കോപ്പർ ഇൻ ദർ കൺസ്ട്രക്ഷൻ. ലെസ് കോപ്പർ ആവശ്യം, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് റിക്വയർ ലെസ് കോപ്പർ കമ്പയർ ടു ദ കൺവെൻഷണൽ വൈൻഡിങ് ട്രാൻസ്ഫോമർ. കോസ്റ്റ് ഈസ് ലെസ് കമ്പയർ ടു ദ ഡബിൾ വൗണ്ട് ട്രാൻസ്ഫോമേഴ്സ്. കോർ ആൻഡ് കോപ്പർ ലോസസ് ആർ ലോവർ ഡ്യൂ ടു ലെസ് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് റിയാക്ടൻസ് ഗിവിംഗ് എ superior voltage regulation than the equivalent two winding transformer. അതാണ് നമ്മുടെ തേർഡ് കാര്യം പറയുന്നത് അല്ലേ. മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്? ഓട്ടോ ട്രാൻസ്ഫോമർ ഹാസ് less leakage reactance as compared to the conventional winding transformer. Less reactance മാത്രമല്ല കോർ ആൻഡ് കോപ്പർ ലോസസും കുറവാണ് അല്ലേ. ആർ ലോവർ ഡ്യൂ ടു ദ ലെസ് റിയാക്ടൻസ്. കോർ ആൻഡ് കോപ്പർ ലോസസ് കുറയുള്ള കാരണം എന്താണ്? ലെസ് റിയാക്ടൻസും ലീക്കേജ് റിയാക്ടൻസ് ഒക്കെ കുറവായത് കാരണമാണ് കോർ ആൻഡ് കോപ്പർ ലോസസ് ഏതിൽ കുറവാണ്? ഓട്ടോ ട്രാൻസ്ഫോമറിൽ കൺവെൻഷണൽ വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. അഞ്ചാമത്തെ ചോദ്യം, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഇൻ എ ട്രാൻസ്ഫോമർ ഈസ് പെർഫോം ടു ഫൈൻഡ് ഔട്ട് ദ ഡാഷ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, ഒരു ട്രാൻസ്ഫോമറിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കോപ്പർ ലോസ്, ഓപ്ഷൻ ബി എഡി കറന്റ് ലോസ്, ഓപ്ഷൻ സി ഹിസ്റ്റെറിസിസ് ലോസ്, ഓപ്ഷൻ ഡി അയൺ ലോസ്. ഏതാണ് റൈറ്റ് ആൻസർ? The right answer is option A, copper loss. Short circuit test in a transformer is performed to find the copper loss. എന്താണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്? എ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഇൻ ദ ട്രാൻസ്ഫോമർ ഈസ് കണ്ടക്റ്റഡ് ഓൺ ദ ഹൈ വോൾട്ടേജ് സൈഡ്. അതായത് ഒരു ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ട്രാൻസ്ഫോമർ എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ് സൈഡിലാണ്. അത് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ലോ വോൾട്ടേജ് സൈഡ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടാണ്. ഹൈ വോൾട്ടേജ് സൈഡിലായിരിക്കും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നടത്താം. പക്ഷേ എങ്ങനെയായിരിക്കും നടത്താം? ലോ വോൾട്ടേജ് സൈഡ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇൻ ദിസ് ടെസ്റ്റ് വി നീഡ് ടു ഇൻക്രീസ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഗ്രാജുവലി. നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യണം? അപ്ലൈഡ് വോൾട്ടേജ് കൂട്ടണം. ടുവാർഡ്സ് ദ റേറ്റഡ് വോൾട്ടേജ് അപ് ടു ദ റേറ്റഡ് ലോഡ് കറന്റ് പാസിംഗ് ഇൻ ദ സെക്കൻഡറി ഷോർട്ട് സർക്യൂട്ടഡ് വൈൻഡിങ് ബൈ കീപ്പിംഗ് ദ ഫ്രീക്വൻസി കോൺസ്റ്റന്റ്. ഫ്രീക്വൻസി നമുക്കറിയാം അല്ലേ. നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൽ നമ്മൾ എപ്പോഴും ഫ്രീക്വൻസിയിൽ യാതൊരു ചേഞ്ചസും വരുത്തില്ല. ഇതിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ ഹൈ വോൾട്ടേജ് സൈഡിലായിരിക്കും അത് കണ്ടക്ട് ചെയ്യുക. ആൻഡ് ദ ലോ വോൾട്ടേജ് സൈഡ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. എന്താണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ പറഞ്ഞല്ലേ. ഇനി അടുത്തത് എന്താണ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നമുക്ക് നോക്കാം. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഇൻ ദ ട്രാൻസ്ഫോമർ ഈസ് കണ്ടക്റ്റഡ് ഓൺ ദ ലോ വോൾട്ടേജ് സൈഡ്. നമ്മൾ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ് സൈഡിലാണ് അല്ലേ. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ലോ വോൾട്ടേജ് സൈഡിലാണ്. ആൻഡ് ദ ഹൈ വോൾട്ടേജ് സൈഡ് ഈസ് ഓപ്പൺ സർക്യൂട്ടഡ്. ഇവിടെ ഹൈ വോൾട്ടേജ് സൈഡ് എങ്ങനെയാണ്? ഓപ്പൺ സർക്യൂട്ട് ചെയ്യുകയാണ് അല്ലേ. ഷോർട്ട് സർക്യൂട്ടിൽ എങ്ങനെയായിരുന്നു? ലോ വോൾട്ടേജ് സൈഡ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യായിരുന്നു. ഇവിടെ ഹൈ വോൾട്ടേജ് സൈഡ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുകയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഷണ്ട് ബ്രാഞ്ച് പാരാമീറ്റേഴ്സ് ഓഫ് ദ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ദ ട്രാൻസ്ഫോമർ ആൻഡ് ദ കോൺസ്റ്റന്റ് ലോസസ് ഓർ നോ ലോഡ് ലോസസ് ഇൻ ദ ട്രാൻസ്ഫോമർ. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഷണ്ട് ബ്രാഞ്ച് പാരാമീറ്റേഴ്സ് ഏതിൻ്റെ? ഓഫ് ദ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ദ ട്രാൻസ്ഫോമർ ആൻഡ് ദ കോൺസ്റ്റന്റ് ലോസസ് ഓർ നോ ലോഡ് ലോസസ് ഇൻ ദ ട്രാൻസ്ഫോമർ. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഫുൾ ലോഡ് കോപ്പർ ലോസസ് ഓർ വേരിയബിൾ ലോസസ്. ഓക്കെ, കോൺസ്റ്റന്റ് ലോസസ് കണ്ടുപിടിക്കാൻ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഫുൾ ലോഡ് കോപ്പർ ലോസസ് അല്ലെങ്കിൽ വേരിയബിൾ ലോസ് ഓഫ് ദ ട്രാൻസ്ഫോമർ കണ്ടുപിടിക്കാൻ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ദ ട്രാൻസ്ഫോമർ. ക്ലിയർ? ആറാമത്തെ ചോദ്യം, എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കൺവേർട്സ് ഡാഷ് ഇൻ ടു എ ഡാഷ്. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഏത് വോൾട്ടേജിന് എന്ത് വോൾട്ടേജ് ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ലോ വോൾട്ടേജ് ടു ഹൈ വോൾട്ടേജ്, ഓപ്ഷൻ ബി ഹൈ വോൾട്ടേജ് ടു ലോ വോൾട്ടേജ്, സ്റ്റെപ്പ് അപ്പ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ലോ വോൾട്ടേജ് ടു ഹൈ കറന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. The right answer is option A. A step up transformer converts low voltage into high voltage. Clear?
നമുക്കറിയാം ട്രാൻസ്ഫോമർ ബേസിക്കലി രണ്ടാക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലേ. ദ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഓഫ് ദ പ്രൈമറി ആൻഡ് ദ സെക്കൻഡറി, റൈറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത് നമുക്കറിയാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും അല്ലേ. നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് യൂസ് ടു കൺവേർട്ട് ദ ലോ വോൾട്ടേജ് ടു ഹൈ വോൾട്ടേജ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. വെൻ ദ സെക്കൻഡറി വൈൻഡിങ് ഹാസ് മോർ നമ്പർ ഓഫ് ടേൺസ് ദാൻ ദ പ്രൈമറി വൈൻഡിങ് ദെൻ ദ ട്രാൻസ്ഫോമർ ഈസ് സെഡ് ടു ബി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എന്താ പറഞ്ഞപ്പോൾ സെക്കൻഡറി വൈൻഡിങ്ങിന് നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി വൈൻഡിങ്ങിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ട്രാൻസ്ഫോമർ നമ്മൾ എന്തെന്ന് പറയാം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയാം. ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിനേക്കാളും കൂടുതലായിരിക്കും. ഹിയർ ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഫിഗർ നോക്കാം. ഇവിടെ നോക്കിക്കേ, സെക്കൻഡറി വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പ്രൈമറി വൈൻഡിങ്ങിനേക്കാളും കൂടുതലാണ്. അതിനെ നമ്മൾ എന്ത് പറയാം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. ഇറ്റ് ഈസ് കോമൺലി യൂസ് ടു ഇൻക്രീസസ് ദ വോൾട്ടേജ് ഇൻ ദ ട്രാൻസ്ഫോമർ. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പവർ ജനറേഷൻ അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷനൊക്കെയാണ് ഇതിൽ വരുന്നത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വരുന്നത്. ക്ലിയർ. ഏഴാമത്തെ ചോദ്യം, വിച്ച് ഈസ് ആക്ട് ആസ് ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം ഫോർ ദ കോർ ആൻഡ് വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൽ ഇൻസുലേറ്റിംഗ് മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ലാമിനേറ്റഡ് കോർ, ഓപ്ഷൻ ബി ട്രാൻസ്ഫോമർ വൈൻഡിങ്, ഓപ്ഷൻ സി ട്രാൻസ്ഫോമർ ബോഡി, ഓപ്ഷൻ ഡി ബ്രീത്തർ. ഏതാണ് റൈറ്റ് ആൻസർ? വിച്ച് ഈസ് ആക്ട് ആസ് ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം ഫോർ ദ കോർ ആൻഡ് വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ? The right answer is option C, transformer body. Transformer body is act as an insulating medium for the core and winding of the transformer. ട്രാൻസ്ഫോമർ കോർ എന്ന് പറയുമ്പോൾ അതിൽ 5 ഭാഗങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ലാമിനേറ്റഡ് കോർ അല്ലെങ്കിൽ മാഗ്നറ്റിക് കോർ. ലാമിനേറ്റഡ് കോർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു റെഡ്യൂസ് ദ എഡി കറന്റ് ലോസ്. എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ലാമിനേറ്റഡ് കോർ. ലാമിനേറ്റഡ് കോറിന് വേറെ പേരെന്താണ്? മാഗ്നറ്റിക് കോർ എന്നാണ്. ഓക്കെ. രണ്ടാമത്തെയാണ് ട്രാൻസ്ഫോമർ വൈൻഡിങ്. ട്രാൻസ്ഫോമർ വൈൻഡിങ് നമ്മൾ പറഞ്ഞു ആ വൈൻഡിങ്സിൻ്റെ ബേസിലാണ് നമ്മൾ എന്താക്കി തിരിക്കുന്നത്, സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വൈൻഡിങ്സിൻ്റെ ബേസിലാണ് അല്ലേ. അടുത്തത് മൂന്നാമത്തെയാണ് ട്രാൻസ്ഫോമർ ബോഡി എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ ബോഡി അല്ലെങ്കിൽ ടാങ്ക് അല്ലെങ്കിൽ ഡയലക്ട്രിക് കോയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം ഫോർ ദ കോർ ആൻഡ് വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ. അത് നമ്മൾ പറഞ്ഞല്ലേ. ട്രാൻസ്ഫോമർ ബോഡിയുടെ വേറെ പേരാണ് ടാങ്ക് അല്ലെങ്കിൽ ഡയലക്ട്രിക് കോയിൽ എന്ന് പറയുന്നത്. നാലാമത്തെ പാർട്ടാണ് ഓയിൽ കൺസർവേഷൻ ടാങ്ക്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു കീപ് ദ ട്രാൻസ്ഫോമർ ടാങ്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ഡയലക്ട്രിക് ഓയിൽ അറ്റ് ഓൾ ദ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്. ഓക്കെ. ഇനി അഞ്ചാമത്തെ ബ്രീത്തർ. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സിലിക്ക ജെൽ വിച്ച് പ്രിവെൻറ്റ്സ് എനി അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ ഫ്രം എൻറ്ററിംഗ് ദ ടാങ്ക് ഓഫ് ദ ട്രാൻസ്ഫോമർ. സോ ദർ ആർ 5 മെയിൻ പാർട്സ് ഫോർ ദ ട്രാൻസ്ഫോമർ കോർ. ഏതൊക്കെയാണത്? ലാമിനേറ്റഡ് കോർ അല്ലെങ്കിൽ മാഗ്നറ്റിക് കോർ, ട്രാൻസ്ഫോമർ വൈൻഡിങ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ബോഡി, നാലാമത്തെ ഓയിൽ കൺസർവേഷൻ ടാങ്ക് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് breather. And നമ്മുടെ ആൻസർ എന്താണ്? ട്രാൻസ്ഫോമർ ബോഡി ഈസ് ആക്ട് ആസ് ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം ഫോർ ദ കോർ ആൻഡ് വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ. എട്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡിക്രീസ് ദ വോൾട്ടേജ്, ഓപ്ഷൻ ബി ഇൻക്രീസ് ദ വോൾട്ടേജ്, ഓപ്ഷൻ സി ഇൻഡ്യൂസ്ഡ് EMF ഈസ് ലെസ്സർ ദാൻ ദ ഇൻപുട്ട് സിഗ്നൽ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ? നേരെ ശ്രദ്ധിച്ച് എഴുതേണ്ട ഒരു ആൻസറാണ്. നമുക്ക് എന്താണെന്ന് പറയുക, കറക്റ്റ് ആൻസർ നമുക്ക് അറിയെങ്കിൽ പെട്ടെന്ന് എഴുതിയിട്ട് ആ ആൻസർ അങ്ങ് തെറ്റിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നേരെ വൃത്തിയിൽ വായിക്കുക, എന്നിട്ട് ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് എഴുതുക. കാര്യം പെട്ടെന്ന് കാണുമ്പോൾ നമുക്കറിയാം ഡിക്രീസ് ദ വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ കൊണ്ട് നമ്മൾ ആൻസർ ഇങ്ങോട്ട് ടിക്കിടും. ബാക്കി നമ്മൾ നോക്കുക, താഴെ എന്താണ്? ഇൻക്രീസ് ദ വോൾട്ടേജ്, അതിൻ്റെ താഴെ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ലെസ്സർ ദാൻ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് സി ആണ്. ഏതാണ് റൈറ്റ് ആൻസർ? The right answer is option D, both A and C. അതായത് നമുക്കറിയാം വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കുറയ്ക്കും, സ്റ്റെപ്പ് ഡൗൺ ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വോൾട്ടേജ് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഡിക്രീസ് ദ വോൾട്ടേജ് ആണ്. അപ്പോൾ എ ശരിയാണെങ്കിൽ ബി ഒരിക്കലും ശരിയാവില്ല. ഇൻക്രീസ് ദ വോൾട്ടേജ് അത് തെറ്റാണ് അല്ലേ. സി നോക്കിക്കേ, ഇൻഡ്യൂസ്ഡ് EMF ഈസ് ലെസ്സർ ദാൻ ദ ഇൻപുട്ട് സിഗ്നൽ. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ലെസ്സർ ദാൻ ദ ഇൻപുട്ട് സിഗ്നൽ ഏതിലാണ് വരുന്നത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണ് വരുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് സി. So D is the right answer. നമുക്കറിയാം ട്രാൻസ്ഫോമർ ബേസിക്കലി രണ്ടാക്കിയിട്ടാണ് തിരിക്കുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് അല്ലേ. ഏതൊക്കെയാണ്? വെൻ ദ സെക്കൻഡറി വൈൻഡിങ് ഹാസ് ലെസ്സർ നമ്പർ ഓഫ് ടേൺസ് ദാൻ ദ പ്രൈമറി വൈൻഡിങ്. സെക്കൻഡറി വൈൻഡിങ്ങിന് പ്രൈമറി വൈൻഡിങ്ങിനേക്കാളും നമ്പർ ഓഫ് ടേൺസ് കുറവാണെങ്കിൽ ദെൻ ദി ട്രാൻസ്ഫോമർ ഈസ് സെഡ് ടു ബി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഹിയർ ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ലെസ്സർ ദാൻ ദ ഇൻപുട്ട് സിഗ്നൽ അല്ലേ. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിനേക്കാളും കുറവാണ് ഏതിൽ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ അല്ലേ.
സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, പ്രൈമറി ഓഫ് ദ ട്രാൻസ്ഫോമർ, പ്രൈമറി വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സെക്കൻഡറി വൈൻഡിങ്ങിനേക്കാളും കൂടുതലാണ് അല്ലേ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഈസ് കോമൺലി യൂസ് ടു ഡിക്രീസ് ദ വോൾട്ടേജ് ഇൻ ദ ട്രാൻസ്ഫോമർ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഈസ് ലൈറ്റിംഗ്. ലൈറ്റിംഗ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. 9ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇത് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ? ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ സെൽഫ് ഇൻഡക്ഷൻ, ഓപ്ഷൻ ബി മ്യൂച്വൽ ഇൻഡക്ഷൻ, ഓപ്ഷൻ സി ആംബിയർ ലോ, ഓപ്ഷൻ ഡി കൂളംസ് ലോ. ഏതാണ് റൈറ്റ് ആൻസർ? The right answer is option B, mutual induction. Mutual induction is the principle of transformer. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷനിൽ പറയുന്നത്? അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ, വെൻ ആൻ എ സി അപ്ലൈ ടു ദ പ്രൈമറി വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ, അല്ലെ, പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മളൊരു എ സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് വിച്ച് ഈസ് കോൾഡ് എ മ്യൂച്വൽ ഫ്ലക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോർ. കോറിൽ എന്ത് ജനറേറ്റ് ചെയ്യുന്നു? അപ്പോൾ നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു എ സി അപ്ലൈ ചെയ്തു, അപ്പോൾ കോറിൽ എന്ത് ജനറേറ്റ് ചെയ്യുന്നു? ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നു അല്ലേ. ഈ ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് രണ്ട് വൈൻഡിങ്സിനെയും കൂടി എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ വൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ദ ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് ലിങ്ക് ബോത്ത് ദ വൈൻഡിങ്സ് മാഗ്നറ്റിക്കലി. അതുപോലെ തന്നെ ഒരു ഇ എം എഫ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇ എം എഫ് പ്രൈമറി വൈൻഡിങ്ങിൽ ഇ എം എഫ് ആണ് E1 എന്ന് പറയുന്നത്, സെക്കൻഡറി വൈൻഡിങ്ങിൽ ഇ എം എഫ് ആണ് E2 എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തിൻ്റെ ബേസിസിലാണ്? അക്കോർഡിംഗ് ടു ദ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ദ മ്യൂച്വൽ ഇൻഡക്ഷൻ. E1 നമ്മൾ പ്രൈമറി ഇ എം എഫ് എന്നും E2 നമ്മൾ സെക്കൻഡറി ഇ എം എഫ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് ആൻഡ് കൺസിഡർ ഇഫ് N1 is the number of windings of the primary and N2 is the number of windings on the secondary, then E2 by E1 is equal to N2 by N1, which is the equation for the transformer. ട്രാൻസ്ഫോമറിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് അപ്പ് ഇപ്പോൾ പവർ ജനറേഷനും യൂസ് ചെയ്യാറുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ ലൈറ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റം, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യാറുണ്ട്? ട്രാൻസ്ഫോമർ കോമൺലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അവസാനത്തെ ചോദ്യം, ട്രാൻസ്ഫോമർ റേറ്റിംഗ്സ് ആർ ഗിവൻ ഇൻ ഡാഷ്. ട്രാൻസ്ഫോമർ റേറ്റിംഗ്സ് പറഞ്ഞാൽ ഏതിലാണ് തന്നിരിക്കുക? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ kVA, ഓപ്ഷൻ ബി HP, ഓപ്ഷൻ സി kVAR, ഓപ്ഷൻ ഡി kW. ഏതിലാണ് ട്രാൻസ്ഫോമർ റേറ്റിംഗ്സ് കാണാൻ പറ്റുക? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ kVA. എന്താണ് KVA കൊണ്ട് ഉദ്ദേശിക്കുന്നത്? KVA പറഞ്ഞാൽ എന്താണ്? KVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ വോൾട്ട് ആംബിയർ എന്നാണ് അർത്ഥം. ഓക്കെ, കിലോ വോൾട്ട് ആംബിയർ. അപ്പോൾ HP എന്താണ്? ഹോഴ്സ് പവർ ആണ്. ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ് ഇൻ ഫുട്ട് പൗണ്ട് സെക്കൻഡ്സിലാണ് അത് മെഷർമെൻറ്റ് ചെയ്യുക. ഓക്കെ, kVAR എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോ വോൾട്ട് ആംബിയർ റിയാക്റ്റീവ് എന്നാണ് അർത്ഥം. കിലോ വോൾട്ട് ആംബിയർ റിയാക്റ്റീവ്. kW എന്താണ്? കിലോ വോട്ടാണ്. അപ്പോൾ ട്രാൻസ്ഫോമർ റേറ്റിംഗ് എന്തിലാണ് കാണാം? കിലോ വോൾട്ട് ആംബിയറിലാണ് കാണാം. HP എന്താണ്? ഹോഴ്സ് പവർ ആണ്. kVAR എന്താണ്? കിലോ വോൾട്ട് ആംബിയർ റിയാക്റ്റീവ് ആണ്. kW എന്താണ്? കിലോ വോട്ടാണ്. അപ്പോൾ ട്രാൻസ്ഫോമർ റേറ്റിംഗ് എന്തിലാണ്? കിലോ വോൾട്ട് ആംബിയർ. എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമർ റേറ്റിംഗ്സ് കിലോ വോൾട്ട് ആംബിയറിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്ഫോമർ ലോസ് ബേസിക്കലി 2 ലോസാണ് വരുന്നത്. ഏതൊക്കെയാണ്? കോപ്പർ ലോസ് ഉണ്ട്, അതുപോലെ തന്നെ അയേൺ ലോസും ഉണ്ട്. അയേൺ ലോസിന് വേറെ പേരിലുണ്ട് കേട്ടോ. കോർ ലോസസ് എന്ന് കാണാം, ഇൻസുലേഷൻ ലോസസ് എന്ന് കാണാം. അതൊക്കെ എന്ത് തന്നെയാണ്? അയേൺ ലോസസ് തന്നെയാണ്. ഈ കോപ്പർ ലോസ് മെയിനായി ഡിപ്പെൻഡ് ചെയ്യുന്നത് കറൻറ്റിനെയാണ്, ഡിപ്പെൻഡ്സ് ഓൺ ദ കറന്റ് പാസഞ്ചർ ഓഫ് ദ കോയിൽ. ബട്ട് അയേൺ ലോസസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വോൾട്ടേജിനെയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ട്രാൻസ്ഫോമർ ലോസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ഉണ്ട്. കോപ്പർ ലോസും ഉണ്ട്, അതുപോലെ തന്നെ അയേൺ ലോസും ഉണ്ട്. കോപ്പർ ലോസ് മെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് കറന്റ് പാസഞ്ചർ ഓഫ് ദ കോയിലാണ്. അയേൺ ലോസ് മെയിൻ ഡിപ്പെൻഡ് ഓൺ ദ വോൾട്ടേജ് പാസഞ്ചർ ഓഫ് ദ കോയിൽ. അപ്പോൾ ട്രാൻസ്ഫോമർ ലോസസ് എന്ന് പറയുമ്പോൾ 2നും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. കറന്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വോൾട്ടേജിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കിലോ വോൾട്ട് ആംബിയർ. ട്രാൻസ്ഫോമർ റേറ്റിംഗ്സ് ഏതിൽ വരുന്നത്? കിലോ വോൾട്ട് ആംബിയറിൽ വരുന്നത്. കിലോ വോൾട്ട് ആംബിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ സർക്യൂട്ട്സ് മാക്സിമം കറണ്ട് ആൻഡ് വോൾട്ടേജ് റേറ്റിംഗ് ആണ്. ആൻഡ് ഈസ് ഈക്വൽ ടു ദ അപ്പാരൻറ്റ് പവർ. അപ്പാരൻറ്റ് പവർ എന്ന് പറയാറുണ്ട് കിലോ വോൾട്ട് ആംബിയറിനെ. ആൻഡ് ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ സർക്യൂട്ട്സ് ഓഫ് ദ മാക്സിമം കറണ്ട് ആൻഡ് ദ വോൾട്ടേജ് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു കോപ്പർ ലോസസ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അയൺ ലോസസ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ സർക്യൂട്ട്സ് മാക്സിമം കറണ്ട് ആൻഡ് ദ വോൾട്ടേജ് റേറ്റിംഗ്. 1 കിലോ വോൾട്ട് ആംബിയർ എത്രയാണ് നിങ്ങൾക്കറിയോ? 1 കിലോ വോൾട്ട് ആംബിയർ എത്രയാണ് മക്കളെ? 1000 വോൾട്ട് ആംബിയർ ആണ് കേട്ടോ. 1 കിലോ വോൾട്ട് ആംബിയർ എത്രയാണ്? 1000 വോൾട്ട് ആംബിയർ ആണ്. ഒന്ന് അറിഞ്ഞു വെക്കുക. 1 കിലോ വോൾട്ട് ആംബിയർ ഈസ് ഈക്വൽ ടു 1000 വോൾട്ട് ആംബിയർ ആൻഡ് ദ ട്രാൻസ്ഫോമർ റേറ്റിംഗ്സ് ആർ ഗിവൻ ഇൻ കിലോ വോൾട്ട് ആംബിയർ.
ഓക്കെ, അപ്പം നമ്മൾ ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ട് MCQ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് വിച്ച് ട്രാൻസ്ഫോം ദ ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫ്രീക്വൻസി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫ്രീക്വൻസി. ഓക്കെ, 2 കോയിൽസ് ആണുള്ളത്. പ്രൈമറി കോയിലുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി കോയിലുണ്ട്. പ്രൈമറി കോയിലൂടെ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. ലോഡ് കണക്ട് ചെയ്യുന്നത് സെക്കൻഡറി കോയിലാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. 2 കോയിൽസ് ആണുള്ളത്. പ്രൈമറി കോയിലുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി കോയിലുണ്ട്. പ്രൈമറി കോയിലാണ് നമ്മൾ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്, സെക്കൻഡറി കോയിലാണ് ലോഡ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ. ഇറ്റ് ഈസ് ഫോർമലി യൂസ് ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ദി ഇൻപുട്ട് വോൾട്ടേജ് യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമർ കോറിൽ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞു. ലാമിനേറ്റഡ് കോർ ഉണ്ട്. ലാമിനേറ്റഡ് കോറിൻ്റെ വേറെ പേരെന്താണ്? മാഗ്നറ്റിക് കോർ എന്നാണ്. ട്രാൻസ്ഫോമർ വൈൻഡിങ് ഉണ്ട്. ട്രാൻസ്ഫോമർ ബോഡി ഉണ്ട്. ട്രാൻസ്ഫോമർ ബോഡിയുടെ വേറെ പേരെന്താണ്? ടാങ്ക് അല്ലെങ്കിൽ ഡയലക്ട്രിക് ഓയിൽ എന്നാണ്. ഓയിൽ കൺസർവേഷൻ ടാങ്ക് ഉണ്ട്. ബ്രീത്തർ ഉണ്ട് അല്ലേ. ദ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഓഫ് ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രൈമറി ആണെങ്കിൽ, സെക്കൻഡറി വൈൻഡിങ് പ്രൈമറി വൈൻഡിങ്ങിനേക്കാളും കൂടുതലാണെങ്കിൽ അത് എന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് അല്ലേ. പ്രൈമറി വൈൻഡിങ് സെക്കൻഡറി വൈൻഡിങ്ങിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അല്ലേ. സ്റ്റെപ്പ് അപ്പ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഇൻക്രീസ് ദ വോൾട്ടേജ് ഇൻ ദ ട്രാൻസ്ഫോമർ അല്ലെ. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? പവർ ജനറേഷൻ ആണ്. സ്റ്റെപ്പ് ഡൗൺ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ദ വോൾട്ടേജ് ഇൻ ദ ട്രാൻസ്ഫോമർ അല്ലെ. ആപ്ലിക്കേഷൻ ഏതാണ്? ലൈറ്റിംഗ് ആണ് അല്ലേ. ഒരു സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ നമ്മൾ എന്താണെന്ന് പറയുക? ഓട്ടോ ട്രാൻസ്ഫോമർ എന്നാണ് പറയുക അല്ലേ. ഒരു സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമറിന് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുക. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ വിത്ത് ഓൺലി വൺ വൈൻഡിങ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സിംഗിൾ കോയിൽ ആക്ടിങ് എലോൺ എന്നാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഓട്ടോമാറ്റിക് മെക്കാനിസം. ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് റിക്വയർസ് ലെസ് കോപ്പർ കമ്പയർ ടു ദ കൺവെൻഷണൽ വൈൻഡിങ് ട്രാൻസ്ഫോമർ അല്ലെ. അതുപോലെ തന്നെ ഓട്ടോ ട്രാൻസ്ഫോമർ ഹാസ് ലെസ് ലീക്കേജ് റിയാക്ടൻസ് കമ്പയർ ടു ദ കൺവെൻഷണൽ വൈൻഡിങ് ട്രാൻസ്ഫോമർ. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഇൻ ട്രാൻസ്ഫോമർ ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ കോപ്പർ ലോസ് അല്ലേ. അതുപോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് എന്താ ചെയ്യുക? ഇറ്റ് കൺവേർട്സ് ലോ വോൾട്ടേജ് ഇൻ ടു ഹൈ വോൾട്ടേജ് അല്ലേ. സ്റ്റെപ്പ് ഡൗൺ എന്താ ചെയ്യുന്നത്? വോൾട്ടേജ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇൻഡ്യൂസ് EMF എന്ന് പറയുന്നത് ഈസ് ലെസർ ദാൻ ദാറ്റ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ആണ് അല്ലേ. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ, ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഏതിലാണ് കാണിക്കുക? കിലോ വോൾട്ട് ആംബിയറിലാണ്. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ സർക്യൂട്ട്സ് മാക്സിമം കറണ്ട് ആൻഡ് ദ വോൾട്ടേജ് റേറ്റിംഗ് ആണ്. 1 കിലോ വോൾട്ട് ആംബിയർ എന്ന് പറയുന്നത് എന്താണ്? 1000 വോൾട്ട് ആംബിയർ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. MCQ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ട്രാൻസ്ഫോമർ ആയിരുന്നു. 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിലും കുറേ അധികം പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.